നിന്റെ പെറ്റ് നെയിം ഞാൻ പറഞ്ഞു കൊടുക്കും. പറയട്ടെ? മോശമാണെങ്കിൽ പറയണ്ടേ? മോശമല്ല, ക്യൂട്ട് ആൻഡ് ഫണിയാണ്. പ്രഷറിനേക്കാളും എനിക്കത് ലാലേട്ടനും സത്യൻ സാറും പറയുന്നു എന്നുള്ളതിലാണ് അതിൽ ഏറ്റവും വലിയ ഹൈ. അപ്പൊ ഇത് അനൂപിന്റെ ഐഡിയ ആയിരുന്നു ആക്ച്വലി. കുറെ മെമ്മറീസ് ഉണ്ട്, ആ മെമ്മറീസ് ഒക്കെ ഓർക്കാനുള്ളതുണ്ട്. അതൊരു പേപ്പറിൽ ഒതുക്കണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ഒരു ഓട്ടോഗ്രാഫ് എടുക്കായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് തന്നെ ചോദിക്കൂല, ഫോട്ടോഗ്രാഫ് പരിപാടി പിടിച്ചില്ല. ഞാൻ അപ്പോൾ ഒരു ഹാർട്ട് ഫെൽറ്റ് ഓണം തരാൻ വേണ്ടിയിട്ട് കുറെ ഹാർട്ട് ഫെൽറ്റ് മൊമെന്റ്സ് ഒക്കെ ആയിട്ട് റെഡിയാക്കി വെച്ച് ഹൃദയപൂർവ്വം ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാളവിക മോഹനൻ, സംഗീത് പ്രതാപ്, വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. ഓണം, ലാലേട്ടൻ, സത്യൻ അന്തിക്കാട് സാറ്, ഒരുപാട് ഫീൽ ഗുഡ് മൊമെന്റ്സ്, ഒരു ഓൺസോമ്പിൾ കാസ്റ്റ്. അപ്പം രണ്ടും കൽപ്പിച്ചാണല്ലേ ഹൃദയപൂർവ്വം ടീം ഈ വട്ടം ഇറങ്ങുന്നത്? ആക്ച്വലി ഭയങ്കര നമുക്കൊരു കോൺഫിഡൻസ് തരുന്നതാണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന റിസപ്ഷൻ. ഒരു ഫീൽ ഗുഡ് ജോണറിലുള്ള ഒരു ചെറിയ പടം തന്നെയാണ്. അതായത് ഈ ലാലേട്ടൻ, സത്യൻ അന്തിക്കാട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ടും അതൊരു കൊച്ചു സിനിമയാണ് കണ്ടന്റ് പ്രകാരമൊക്കെ കാണുമ്പോഴൊക്കെ. എന്നിട്ടും ഈ ഭയങ്കര നമ്മൾ കാണുന്ന വലിയ സിനിമകളുടെ ബുക്കിംഗ് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഹോപ്പ്ഫുൾ. എനിക്ക് തോന്നുന്നത് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ പോലെയാണ്. എനിക്ക് ചാൻസും കിട്ടുന്നുണ്ട് ഈ ടു ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാൻ വേണ്ടി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബോക്സ് ഓഫീസ് പെർഫോമൻസ് സ്ട്രെസ് നമ്മളെ മേലെ വരുന്നില്ലല്ലോ. ഇത് യു നോ ദാറ്റ് വെൻ ഇറ്റ്സ് എ സത്യൻ അന്തിക്കാട് മോഹൻലാൽ ഫിലിം, എവറിബഡി ഈസ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി ഗോ ടു വാച്ച് ഇറ്റ് ഫോർ ദെം ആൻഡ് ഇൻ ദ പ്രോസസ് വാച്ച് അസ്. സോ ഇറ്റ്സ് വിൻ വിൻ. ഇതിന്റെ ഏറ്റവും മറ്റൊരു ക്ലാസിക് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടൈറ്റിലും ഈ ടൈറ്റിലിന്റെ എഴുത്തും എല്ലാം ലാലേട്ടനാണ്. അത് ആക്ച്വലി ഈ ഷൂട്ട് ഫിനിഷ് ചെയ്യുന്ന ദിവസം നമ്മൾ കൊച്ചിയിൽ വെച്ചാണ് ഷൂട്ട് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഷൂട്ടിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഓക്കെ കഴിയാറായി, ഇനി ലാലേട്ടനെ കിട്ടില്ല ഇത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ഓരോരോ ഷീറ്റ് ഓഫ് പേപ്പറും പെന്നും എടുത്ത് സർ ഒരു ഓട്ടോഗ്രാഫ് തരും ഒക്കെ പറഞ്ഞ്. ബിക്കോസ് ലാലേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ഇസ് ലൈക്ക് എ ഫോർ എവർ കീപ്സേക്ക്, റൈറ്റ്? സോ അതെല്ലാവരും എടുക്കുന്ന സമയത്ത് അപ്പോൾ അനൂപ് സത്യൻ ഉണ്ടല്ലോ, ഹീസ് ഓൾസോ ദ അസോസിയേറ്റ് ഡയറക്ടർ ഓൺ ദിസ് ഫിലിം. അപ്പോൾ ഇത് അനൂപിൻ്റെ ഐഡിയ ആയിരുന്നു ആക്ച്വലി. ദാറ്റ് വെൻ ഹി സോ Lal sir sign autographs, he was like, oh, so we can, it'll be nice if we do the font in Mohanlal sir's handwriting. അപ്പോൾ അങ്ങനെ ഒറിജിനേറ്റ് ആയ ഐഡിയ ആയിരുന്നത്. ലാലേട്ടനാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ വിഷസ് ഒക്കെ എഴുതി കൊടുക്കുന്നത് ഭയങ്കര കാലിഗ്രഫിക്കലായിട്ട് ഭയങ്കര രസമാണ്. ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ഭയങ്കര രസമായിട്ടാണ്, വരയ്ക്കുന്ന പോലെയാണ്. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഡൂഡിൽസ് ഒക്കെ പോലെയൊക്കെ വരച്ച് ഭയങ്കര രസമായിട്ടാണ് എല്ലാവർക്കും. അല്ലാതെ ചുമ്മാ എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്ത് സ്കൂളാണ്, ഒരു LP സ്കൂളാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ തന്നെ പഠിക്കുന്ന പുസ്തകമായിട്ട് മിക്ക ദിവസവും രാവിലെ വീട്ടിൽ വരും. അത് കണ്ടിന്യൂസ്ലി വരും, ഓരോ ആഴ്ച കഴിയുമ്പോഴും ഇവർ വീണ്ടും വരും. അപ്പം നമ്മൾക്കിത് മടുത്തിട്ട് നമ്മളിങ്ങനെ എഴുതി, ഒന്നാമത്തെ ഞാനൊക്കെ പെൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഒട്ടും നമ്മൾ അപ്പൊ ഇങ്ങനെ എഴുതി വിട്ട് പോവാന്നുള്ളതാണ്. പക്ഷെ ലാലേട്ടൻ ഇങ്ങനെ ഇരുന്ന് എല്ലാ ആൾക്കാരുടെയും പേപ്പറിൽ നല്ല ടൈം എടുത്ത് വരച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ബ്ലോഗ്സും ഒരുപാട് എഴുതുന്നുണ്ടായിരുന്നല്ലോ. അപ്പം മേ ബി എഴുത്തിന്റെ ഒരു സംഭവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് എഴുതി കിട്ടിയ ഒരു സ്റ്റേറ്റ്മെന്റ്, കോംപ്ലിമെന്റ് എന്തായിരിക്കും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സംഭവം? രണ്ട് ക്യാരക്ടേഴ്സ് ഹഗ് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കോൺവെർസേഷൻ വെന്റ് ടുവേർഡ്സ് ഹഗ്ഗിങ് ആൻഡ് ഹൗ ഹഗ്ഗിങ് ഇസ് എ വെരി ഗുഡ് മെഡിസിൻ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാനും ലാലേട്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സാറിൻ്റെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. വി വർ സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു എ ടേബിൾ. അവിടെ ഒരു പെന്നും പേപ്പറും ഉണ്ടായിരുന്നു. So while we were talking, Lalaten was scribbling something on a piece of paper. അത് ഞാൻ ആ സമയത്ത് നോട്ടീസ് ചെയ്തില്ല. കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ലാൽ സർ പേപ്പർ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലിഗ്രാഫിക് ഹാൻഡ് റൈറ്റിംഗിൽ ഹി ഹാഡ് റിട്ടൺ ഹഗ്ഗിങ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ ആൻഡ് ഹി സൈൻ മോഹൻലാൽ. So that is a paper I took home with me. So I have that paper. ഇവിടെ എന്തായിരിക്കും, ഇവിടെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ? ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫ് പരിപാടി പിടിച്ചില്ല. ഞാൻ ഫുൾ ടൈം ലാലേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വിശേഷങ്ങളും കേട്ട് എല്ലാ ടൈമും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ഇത് ചെയ്യുന്നത് കണ്ടപ്പോ
കുറച്ചൊരു റിബല് പിടിച്ച് ഞാനിത് എഴുതാതെ തന്നെ ഇരിക്കാം, ബുദ്ധിമുട്ടിക്കണ്ട, അത് അവിടെ സ്വീറ്റ് ആയിട്ട് തന്നെ നിൽക്കട്ടെ, കുറെ മെമ്മറീസ് ഉണ്ട്, ആ മെമ്മറീസ് ഒക്കെ ഓർക്കാനുള്ളതുണ്ട്, അതൊരു പേപ്പറിൽ ഒതുക്കണ്ടെന്ന് എന്നാലും ഒരു ഓട്ടോഗ്രാഫ് എടുക്കായിരുന്നു. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എല്ലാ പണ്ട് പോലെ. അതെ, എല്ലാവരും ചൂസ് ചെയ്യുന്ന ടീം ഞാൻ ചൂസ് ചെയ്യില്ല. ഇപ്പൊ ഒരു IPL അടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാലെ വരുന്ന സമയത്ത് വേൾഡ് കപ്പ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം ഉണ്ടാവും, ഞാൻ ഓപ്പോസിറ്റ് ടീം പിടിക്കും. അതാണ്. അപ്പൊ വെറുതെ റിബലായിരുന്നു, വാങ്ങായിരുന്നു. ഞാൻ ചോദിക്കാൻ പോയിരുന്നു നഷ്ടബോധം ഉണ്ടോ എന്ന്, കാരണം ഇത്രയും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു അസറ്റ് ആണല്ലോ. അതെ അതെ അതെ. ഉണ്ടോ നഷ്ടബോധം ഉണ്ടോ? ഞാൻ ആ മെമ്മറീസ് ചെറിഷ് ചെയ്യുന്നുണ്ട്, ഓർമ്മകൾ പോണവരെ. ഇനി ഓപ്ഷൻ ഒന്നുമില്ല, ഇനി ഇങ്ങനെ തന്നെ പറയണം, വാങ്ങാം, ഇനിയും കാണുമല്ലോ. അപ്പൊ ഇതിന്റെ BTS, അതായത് ബിഹൈൻഡ് ദ സീൻസിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, ഓൾസോ വാട്ട് ഇസ് ദാറ്റ് വൺ മെമ്മറി? ഇപ്പം BTS എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി. എനിക്ക് വേണ്ടി മോർ ദൻ വൺ പെർട്ടിക്കുലർ മെമ്മറി മറ്റൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്തത് 2 സ്കെഡ്യൂൾസിലാണ്. ഫസ്റ്റ് സ്കെഡ്യൂൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് കുമളിയിൽ പോയി 3 വീക്സ് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 15-20 ഡേയ്സ് ബ്രേക്ക് കഴിഞ്ഞ് പൂന ആൻഡ് അഗെയിൻ ലൈക്ക് 3-4 ഡേയ്സ് ഇൻ കൊച്ചി. ആൻഡ് പിന്നെ കൊച്ചിയിൽ എൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ ലാൽ സാറും ഞാനും ലൈക്ക് ഹി വാസ് വെരി സ്വീറ്റ് ടു മീ. പക്ഷേ ഹി വുഡ് ക്രാക്ക് ജോക്സ് വിത്ത് ദ ബോയ്സ്. ഹി വുഡ് സംഗീതന്റെ കൂടെയൊക്കെ ജോക്സ് ഒക്കെ ക്രാക്ക് ചെയ്ത് ബാക്കി അസിസ്റ്റന്റ് ഡയറക്ടർ ബോയ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് അവരുടെ കൂടെയൊക്കെ ജോക്സ് ക്രാക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ വരുമ്പോൾ യുനോ ദസ് എ ഗേൾ, അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി യുനോ ബോയ്സ് ജോക്സ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സെക്കൻഡ് സ്കെഡ്യൂൾ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് മാറി, അത് ഷിഫ്റ്റ് ആയി. സർ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് കംഫർട്ടബിൾ വിത്ത് മീ. ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ സർ മറന്നു ഐ എം എ ഗേൾ, യുനോ. അപ്പോൾ ഓൾ ഓഫ് ഹിസ് ജോക്സ്, ഓൾ ലൈക്ക് സംഗീത്, ലാൽ സർ ആൻഡ് മീ, വി യൂസ് ടു സിറ്റ്. നമുക്ക് നമ്മുടെ ഒരു കാറിന്റെ ഇന്റീരിയേഴ്സ് ഷൂട്ട് ചെയ്ത കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു. ആ സീക്വൻസിലൊക്കെ നമ്മൾ ഒരു കാറിലാണല്ലോ, നമ്മൾ എവറി ഷോട്ട് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുന്നില്ല, നമ്മളവിടെ വെയിറ്റിംഗ് ആണ് ഫോർ ദ നെക്സ്റ്റ് ഷോട്ട്. അപ്പോൾ കുറേ ടൈം ഉണ്ടായിരുന്നു അറൗണ്ട് ഈച്ച് അതർ. സോ വി വർ ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ക്രാക്കിംഗ് എ ലോട്ട് ഓഫ് ജോക്സ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 3 പേരും ഡിഫറെന്റ് ഏജ് കാറ്റഗറിയിലുള്ളതാണെങ്കിൽ കൂടി ഞങ്ങൾ 3 പേരും ഒരുപോലെ ആയിരുന്നു. വൈബും കോൺവെർസേഷൻസും ചിരിയും തമാശയും കുറ്റമറിച്ചിലും എല്ലാം ഒരുപോലെ എന്ന് പറയണ പോലെ. അത് നമ്മൾക്ക് കൂടുതലായിട്ടും സെയിം ഏജ് ആളുകളുടെ കൂടെ അല്ലേ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഈക്വലി കംഫർട്ടബിൾ ആയിട്ട് കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. സത്യൻ അന്തിക്കാട് സർ, ലാലേട്ടൻ കോമ്പിനേഷൻ ആണ് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം. ഇതിനു മുൻപ് അവർ എന്നും എപ്പോഴുമാണ് 2015 ചെയ്തത്. അന്ന് എന്ത് ചെയ്യുമായിരുന്നു? അന്ന് യു ആർ ഓൾറെഡി ദെയർ ഇൻ സിനിമ. പട്ടം പോലെ. ഐ ഹാവ് എ ഇൻട്രസ്റ്റിംഗ് ആൻസർ ഫോർ ദാറ്റ് ആക്ച്വലി. പട്ടം പോലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്നും എപ്പോഴും സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം സത്യൻ സാറിനെ ഇൻ പേഴ്സൺ കണ്ടത്. ആൻഡ് മോഹൻലാൽ സാറിനെ ഇൻ പേഴ്സൺ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത് ആ സെറ്റിലായിരുന്നു. ആൻഡ് ഞാൻ അവിടെ എത്തിയത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഈ പട്ടം പോലെ കഴിഞ്ഞ ഐ വാസ് സപ്പോസ് ടു ഡു എ മൂവി വിത്ത് മഞ്ജു വാര്യർ. അതൊരു ടു ഫീമെയിൽ കൈൻഡ് ഓഫ് അങ്ങനത്തെ പടമായിരുന്നു. ആ പടം നടന്നില്ല, പക്ഷെ അതിന്റെ ഒരു ടോക്സും ഡിസ്കഷനും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ. 2013-14 ഐ തിങ്ക്. അപ്പോൾ ഞാനും മഞ്ജു ചേച്ചി ആ സമയത്ത് കുറച്ചിങ്ങനെ ഒരു ടോക്കിംഗ് ടേംസിൽ ലൈക്ക് വി ഹാഡ് ഗോട്ടൻ ക്ലോസ് പറയാൻ പറ്റില്ല, പക്ഷേ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. അപ്പോൾ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. ആൻഡ് ഐ മെസ്സേജ് മഞ്ജു ചേച്ചി സേയിങ് ഞാൻ വന്ന് ഹായ് പറയാം എവിടെയാണ്. അപ്പോൾ മഞ്ജു ചേച്ചി പറഞ്ഞു ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിലാണ്, സെറ്റിലേക്ക് വന്നോ. അപ്പോൾ അത് ഈ സെറ്റായിരുന്നു എന്നും എപ്പോഴും. അപ്പൊ അത് പറഞ്ഞു ലാലേട്ടനോട് ഞാൻ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ആക്ച്വലി എനിക്കിത് സ്ട്രൈക്ക് പോലും ആയില്ല. എനിക്ക് ഇപ്പൊ ഈ ഇന്റർവ്യൂലാണ് അതെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് എനിക്കിത് സ്ട്രൈക്ക് ആവുന്നത്. അടിപൊളി, എനിക്ക് താങ്ക് യു. സ്വയം താങ്ക് യു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2015 തിയേറ്ററിൽ പോയിട്ടാണ് പടം കണ്ടത്. വീട്ടില് 2000 ഇയർ ഏതായിരുന്നു? 15. കറക്റ്റ് 10 വർഷം. 15 വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു പോയിന്റ് ഒക്കെ എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് സിനിമ കാണല്, തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണല് അച്ഛനും അമ്മയും കുറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയ സമയം തുടങ്ങിയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു. പക്ഷെ മിസ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് ഡയറക്ടേഴ്സിന്റെ സിനിമയാണ് വീട്ടില്, ആക്ടേഴ്സിന്റെ സിനിമ കൂടിയല്ല. സത്യൻ അന്തിക്കാട്, ജോഷി, അച്ഛൻ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കുറെ ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ഫാമിലി ആയിട്ട് എന്തായാലും പോവും. അതില് സത്യൻ അന്തിക്കാട് സിനിമ ഫോർ ഷുവർ പോയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ സിനിമ കണ്ടത് ഓർക്കുന്നുണ്ട്.
അല്ലേ? ലാലേട്ടൻ മറ്റേ പാന്റ് ഒക്കെ ഭയങ്കര അല്ല ലൂസായി പോകുമ്പോ പാന്റ് ആ പടത്തിൽ. അപ്പൊ അതൊക്കെ ഭയങ്കര ഓർമ്മയുണ്ട്. അല്ല, അന്നേരം ഈ 10 വർഷം ശേഷം ലാലേട്ടന്റെ കൂടെ അതും ആ ഒരു കോമ്പിനേഷൻ. എനിക്കൊരു കോയിൻസിഡൻസ് ആയി അങ്ങനെ തോന്നിയൊരു കാര്യം തുടരുമിന്റെ കാര്യമാണ്. തുടരും ഞാൻ പടം ചൂസ് ചെയ്തതിന്റെ റീസൺ ലാലേട്ടനായിരുന്നു. അപ്പോ ഞാൻ തരുൺ ചേട്ടനോട് അങ്ങോട്ട് മെസ്സേജ് അയച്ചതാ, എനിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആഫ്റ്റർ പ്രേമലുമാണ്. അപ്പോൾ തുടരും ഷൂട്ട് തുടങ്ങിയൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസം ഞാൻ കണ്ടു, അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. കൃത്യം എൻ്റെ ഷൂട്ട് തുടങ്ങിയ അതേ ദിവസമാണ് തുടരും റിലീസാവുന്നത്. അപ്പോൾ റിലീസായ സമയത്ത് ഞങ്ങൾക്കൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നു പൂനെയില്. ഞങ്ങളെല്ലാവരും പൂനെയിൽ ഒരു തിയേറ്ററൊക്കെ ഹയർ ചെയ്ത് ആ പടം കാണാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ എനിക്ക് വിഷമമായിരുന്നു. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ച പോലെ നമ്മൾ കേട്ടിട്ടുള്ളൊരു മോഹൻലാൽ ഉണ്ട്, എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനി ആയിട്ടുള്ള ലാലേട്ടൻ. ഫസ്റ്റ് ഞാൻ പോയ ദിവസത്തെ ആദ്യ ദിവസം ലാലേട്ടൻ അവിടെ മാറി ഇങ്ങനെ ഇരിക്കുക, എന്തൊക്കെയോ ടെൻഷനിലെന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഒരു വർഷം ഇപ്പുറം ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട് സീറ്റിൽ എവിടെയെങ്കിലും ഇരിക്കാന്ന് ഓർത്തപ്പോഴേക്കും ജെറി അവിടെ പോകണം, ജെറി ഇങ്ങോട്ട് വാദം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ തോളിൽ പിടിച്ചിങ്ങനെ മുകളിലോട്ട് കയറ്റിയപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റില്ലിൻ്റെ മാത്യു എന്ന് പറഞ്ഞ ഒരു സ്റ്റിൽ അസിസ്റ്റന്റ് ഉണ്ട്, അവനിങ്ങനെ അത് ചുമ്മാ ഫോണിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര മൊമെൻ്റായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഇത്. അപ്പോൾ ആ സെയിം ഡേ ആണ് ഇത്. ഞാൻ ലാലേട്ടനോട് പറയുകയും ചെയ്തു, ലാലേട്ട കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്, അതും തുടരുമിന്റെ തന്നെ സെറ്റിൽ വെച്ചിട്ട് എന്ന് പറയും. ആണോ? അപ്പോൾ നമ്മളൊക്കെ ഫ്രണ്ട്സിനോട് പറയണോ, ലാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആണോ എന്നൊരു സെൽഫി എടുക്ക്, 1 year ആയില്ലേ. ആ സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ അത് ഭയങ്കര എനിക്കൊരു കോയിൻസിഡൻഷ്യൽ ലക്കായിട്ട് ഫീൽ ചെയ്തു. അന്ന് അടുത്തിരുന്ന വന്നിട്ട് കണ്ട പടം. അടിപൊളി. അപ്പോൾ ഈ 2 സത്യനന്ദിക സർ ലാലേട്ടൻ കോംബോയിൽ വന്ന ഒരു 2 ഭാഗ്യവാന്മാരായിട്ടുള്ള ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇവർ ഏകദേശം 18 ബ്യൂട്ടിഫുൾ ബ്രില്യൻ സിനിമാസാണ് ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ടോപ്പ് 3 പിക്സ് എന്തായിരിക്കും അവരുടെ ഒരു ഫിലിമോഗ്രഫിയിൽ നിന്ന്? എനിക്ക് രസതന്ത്രമാണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ. അത് അതിൻ്റെ മ്യൂസിക്കും ആ സിനിമയിലെ കുറേ മോണോലോഗ്സ് ഒക്കെ നമ്മളിങ്ങനെ ഇപ്പോഴും കുറേ റീലായിട്ടൊക്കെ വരണ കണ്ടിട്ടുണ്ടല്ലോ ലാലേട്ടൻ്റെ കുറേ. അപ്പോൾ ആ സിനിമ അന്ന് കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമായിരുന്നു. രസതന്ത്രമാണെങ്കിലും TP ബാലഗോപാലനാണെങ്കിലും പട്ടണപ്രവേശമാണെങ്കിലും നാടോടിക്കാറ്റാണെങ്കിലും 18-ലൊരു ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും നമ്മളുടെ ഭയങ്കര ഫേവറേറ്റ് സിനിമകളായിരിക്കും. വെറുതെ കണ്ടിരിക്കാനും ആഗ്രഹമുള്ള പടങ്ങളാണ്. മാളവികയുടെ എന്തായിരിക്കും ഒരു ടോപ്പ് 3 പിക്സ്? നമ്പർ 1 ഡെഫിനറ്റ്ലി പട്ടണപ്രവേശം. ഇത് ഞാൻ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിന്റെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ഫിലിമായിരുന്നു പട്ടണപ്രവേശം നമ്പർ 1. പിന്നെ ഐ ലൈക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഇത് ചിരിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് 2.5 hours. ഇറ്റ്സ് എ ലാഫ്റ്റർ ഫെസ്റ്റ്. പിന്നെ രസതന്ത്രം. ഞാൻ പിൻഗാമിയും കൂടി കാരണം എനിക്ക് സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഫിലിമോഗ്രഫിയിലെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും ലാലേട്ടൻ്റെ പെർഫോമൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പടം. അതായത് ഇൻസ്റ്റഗ്രാമിൽ സംഗീത ഇട്ട ഒരു പോസ്റ്റാണ്, ശ്രീനിവാസൻ സാർ വന്നപ്പോഴത്തേനും $1 million പിക്ക് ഫ്രെയിം ചില്ലിട്ട് വെക്കേണ്ട പടം എന്നുള്ള സാധനം. അപ്പം പണ്ട് ലാലേട്ടൻ ശ്രീനിവാസൻ എങ്ങനെയായിരുന്നു അതുപോലെ ചിലരെങ്കിലും പറയുന്നുണ്ട്, ഒരുപാട് പേര് ലാലേട്ടൻ സംഗീത ആ ഒരു കോമ്പിനേഷൻ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടെന്ന്. പ്രഷറാണോ അത്? പ്രഷറിനേക്കാളും എനിക്കത് ലാലേട്ടനും സത്യൻ സാറും പറയുന്നു എന്നുള്ളതിലാണ് അതിൽ ഏറ്റവും വലിയ ഹൈ. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നൊക്കെ ഞാൻ തന്നെ സെൽഫ് ഡൗട്ട് അടിക്കുന്നതിനേക്കാൾ നല്ലത് ആ സ്നേഹത്തിൽ സന്തോഷിക്കുന്നതാണ്. ഞാനപ്പോൾ എനിക്കും അത് ഞാൻ ഷെയർ ചെയ്തായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ സത്യൻ സാർ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഔട്ട് ഓഫ് 100 99 ആൾക്കാരും അതിനെ പറ്റിയിട്ട് ഭയങ്കര ചെറിഷ്ഡ് ആയിട്ടാണ് സംസാരിച്ചത്, ഭയങ്കര കൺഗ്രാജുലേറ്റ് ചെയ്തത്. അപ്പോൾ അവർക്കതിലെ സത്യം അറിയാം, നമ്മൾ ജഗതി ചേട്ടനോ ശ്രീനിവാസൻ സാറോ ഒന്നും ആയിട്ടില്ല എന്നുള്ള സത്യം അവർക്കറിയാം. പക്ഷേ അത് നമ്മളോടുള്ള സ്നേഹവും ഞാൻ പറയുന്നത് ഈ വലിയ ആക്ടേഴ്സിനോടുള്ള സ്നേഹമാണ്. അവരാഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ആക്ടേഴ്സ് ഇവിടെ വരണം എന്നുള്ളത്. അത് ഞാനാവണം എന്നുള്ളതല്ല, അപ്പോൾ അവരോടും കൂടി ഉള്ള സ്നേഹമാണ്. എനിക്ക് തോന്നുന്നത് സത്യൻ സാറിന് എന്നെ ഭയങ്കര കാര്യമാണ്, എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത്. അത് ആ സ്നേഹത്തിലുള്ളതിൽ നമ്മൾ തിരുത്താനോ ഡൗട്ട് അടിക്കാനോ അല്ലെങ്കിൽ ഇതത്രയൊന്നും ഇവനൊന്നും അത്രയും വരില്ല അല്ലെങ്കിൽ നീ എത്ര ആയോ എന്ന് ചോദിക്കുന്നതിൽ നല്ലത് അതിൽ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇവരെ പോലെ ലെജൻസ് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാണില്ല, കാരണം ഇത്രയും ലെജൻസിന്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളവരാ. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്രേ ഉള്ളൂ, സത്യൻ സാറിന് അത് തോന്നി, അപ്പോൾ മതി.
അതായത് അവരെ ഫോം ചെയ്ത് ഈ ആക്ടേഴ്സിനെ ഷെയ്പ്പ് ചെയ്ത ആളാണല്ലോ, ആൾക്കത് തോന്നുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇനഫാണ്. പിന്നെ ഇനിയിപ്പോ ഈ മെജോറിറ്റി ജനങ്ങള് അതിൽ എത്ര പേര് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. സത്യൻ സാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനഫാണ്. ഇനി എനിക്ക് ഉള്ളത് കൊണ്ടല്ല, അതാണ് എന്റെ ഓണം. അതിലും വലിയ ഇനിയിപ്പോ എത്ര പേര് പറഞ്ഞാലും അത് ആ ഹൈ കിട്ടില്ല. അത് പറയേണ്ട ആള് പറയുമ്പോഴാണ് നമുക്ക് ആ ഹൈ. ഞാൻ ഭയങ്കര ഇഫ് ഐ മേ ആഡ്, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തതാ അവരുടെ ഒരു കെമിസ്ട്രി. എല്ലാ സീനിലും ലാൽ സാറും സംഗീതിന്റെ കെമിസ്ട്രി ഭയങ്കര ഫണ്ണി. അതാണ് പടത്തിന്റെ ഫണ്ണി മൊമെന്റ്സും ഫണ്ണി ഡയലോഗ്സും ഫണ്ണി ബിറ്റ്സ് ഒക്കെ. അപ്പൊ ഇപ്പൊ ഒരു ഇമോഷണൽ സീൻ ആണെങ്കിലും അതിന്റെ എൻഡില് സംഗീതിന്റെ ക്യാരക്ടർ എന്തെങ്കിലും പറയും. അപ്പൊ എനിക്ക് ചില പോയിന്റ്സിലൊക്കെ ഞാൻ ചിരിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീൻ. ഞാൻ ചിരിക്കാൻ പാടില്ല, ഞാൻ ഇമോഷണലായി നിൽക്കുന്ന അല്ല സാഡായി നിൽക്കുന്ന സീനായിരിക്കും. എനിക്ക് സംഗീതത്തിന് ഫേസ് കണ്ടാൽ ചിലപ്പോൾ ചിരി വരും. സംഗീതത്തിന് എക്സ്പ്രഷനും ഡയലോഗ് ഡെലിവറി ഒക്കെ. ഞാനിപ്പോ സൈഡിലൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കും. അപ്പൊ എന്നോട് പറയും ആരും കാണാത്ത രീതിയിലൊക്കെ ചിരിക്കാൻ ശ്രമിക്കും. മുമ്പിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ സീൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ചിരി കാരണം നിർത്താതെ ഇങ്ങനെ കൈവിട്ട് പോയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലേ ആ ഫൈറ്റ് സീക്വൻസിന്റെ സമയത്ത്? ഫൈറ്റ് സീക്വൻസിന്റെ റിയാക്ഷൻ എടുക്കാറുണ്ടായിരുന്നു. ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് പെർഫോം ചെയ്തത്. മുമ്പിൽ ഒന്നും ഇല്ല, നടക്കുന്നില്ല. നമ്മള് സത്യൻ സാറാണെങ്കിൽ ഇവരുടെ പാറ്റേൺ അവര് ശീലിച്ചു വന്ന ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ ഗിരീഷന്റെ ഒക്കെ അവിടെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീൻ ഉണ്ടെങ്കിൽ അതിലൊരു മേജർ ഏരിയ നമ്മൾ ഒരുമിച്ച് ഒറ്റ ഫ്ലോയിലാണ്. ഇവര് പ്രോപ്പർ ഫിലിമിൽ ഷൂട്ട് ചെയ്തതിന്റെ എല്ലാ കോൺഫിഡൻസും ഉണ്ട്. അതായത് കറക്റ്റ് മുറിച്ച് ആ ഫോർമാറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ എന്നുള്ള രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു റിയാക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആളുണ്ടാവണമെന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനത്തിന് റിയാക്ഷൻ കൊടുത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓടി വരുന്നു, റിയാക്ഷൻ കൊടുക്കണം. അപ്പൊ പിന്നെ ഫൈറ്റ് റിയാക്ഷൻസ് ആണ്, നോർമൽ ഡയലോഗ് അല്ലല്ലോ. ഇത്തിരി എനിക്ക് ഭയങ്കര പാടാണ്, കുറച്ച് അധികം പ്രശ്നമാണ്. ഇപ്പോൾ പിന്നെയും പിടിച്ചു നോക്കുമ്പോ. അപ്പൊ ആരാ കൂടുതൽ ചിരിപ്പിച്ച? സംഗീതന്റെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ആയിരുന്നോ? അല്ലല്ല, രണ്ടുപേരും ശരി. ഞാൻ പോകുന്നതാണുമ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ചിരിക്കാന്നുള്ളതാണ്. ഒന്നുകൂടി ചെയ്യാനുള്ള അവസരം കൂടെ ചിരിപ്പിക്കുക. എല്ലാവർക്കും കൂടെ ഈക്വലായി വീതിച്ചെടുക്കാമല്ലോ. മാളവികയുടെ ഒരു ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്റ്റിയാണ് ലാസ്റ്റ് ചെയ്ത മലയാള സിനിമ. ഭയങ്കര ലിമിറ്റഡ് സിനിമകളാണ്. 2013 വന്നതാണെങ്കിൽ പോലും ഭയങ്കര ചൂസി ആയിട്ട് പിക്കി ആയിട്ടുള്ള രീതിയിലാണ് സിനിമകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഹൃദയപൂർവ്വം ഒരു ഫസ്റ്റ് തോട്ടിൽ വന്നത് ഹൃദയപൂർവ്വം എന്തുകൊണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി എന്നെ ആദ്യം മെസ്സേജ് ചെയ്തത് അഖിൽ സത്യനാണ്. നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഷീസ് ദ വൺ ഹു കണക്റ്റഡ് അസ്. ഷീസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ അവളാണ് കണക്ട് ചെയ്തത്. അഖിൽ വാണ്ട്സ് ടു റീച്ച് ഔട്ട് യു റിഗാർഡിംഗ് എ ഫിലിം. അപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് ഇത് അഖിലിൻ്റെ ഫിലിമിന് വേണ്ടിയാണ്, അഖിൽ ഡയറക്ട് ചെയ്യുന്ന പടത്തിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് അഖിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് മെസ്സേജിൽ ദാറ്റ് ഇറ്റ്സ് ഫോർ മൈ ഫാദേഴ്സ് ഫിലിം. അപ്പോഴാണ് എനിക്ക് ആ ഒരു മൊമെന്റ് ഉണ്ടായത്, ദാറ്റ് ദിസ് ഇസ് ഫോർ എ സത്യൻ അന്തിക്കാട് ഫിലിം. പിന്നെ ഞാൻ ഇവൻ തോ ആം എ ബോംബെ ഗേൾ, ഞാൻ ചെറുപ്പം മുതലേ കുറേ മലയാളം പടങ്ങൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. അപ്പൊ എനിക്ക് സത്യൻ അന്തിക്കാടിന്റെ ഒരു ഓര, ഹിസ് ലൈക്ക് വാട്ട് ആൻ ഐക്കോൺ ഹി ഈസ്. എനിക്ക് അതിന്റെ ഒരു ഐ ഹവ് ഓൾവേസ് ഗ്രോൺ അപ്പ് ലവിങ് ഹിസ് മൂവീസ്. സോ ഫോർ മീ ഇറ്റ് വാസ് എ നോ ബ്രെയിനർ. സത്യൻ അന്തിക്കാട് പ്ലസ് മോഹൻലാൽ പ്ലസ് സത്യൻ സർ ഓൾവേസ് റൈറ്റ്സ് ബ്യൂട്ടിഫുൾ റോൾസ് ഫോർ വിമൻ. സത്യൻ അന്തിക്കാടിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എപ്പോഴും വളരെ ഡെപ്ത് ഉള്ള, വളരെ ബ്യൂട്ടിഫുൾ ഗ്രാഫുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ലോട്ട് ഓഫ് ദീസ് ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് ഹൂ റൈറ്റ് വെരി ഫ്രിവിലസ് റോൾസ് ഫോർ വിമൻ. അപ്പോൾ ഫ്രം ഓൾ ആംഗിൾസ് അതൊരു നോ ബ്രെയിനർ ആയിരുന്നു എനിക്ക് വേണ്ടി. വീണു 200%. പ്ലീസ് ഡോണ്ട് ചേഞ്ച് യുവർ മൈൻഡ്. എന്നെ കാസ്റ്റ് ചെയ്യണേ. ഞാൻ ഇപ്പം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആലോചിച്ചതാണ്, ആക്ച്വലി നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാദേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സാ. അതൊരു കണക്ടിങ് പോയിന്റ് ആണോ നിങ്ങളുടെ ഒരു ഐസ് ബ്രേക്കിങ്ങിന് വല്ലതും? ഞങ്ങളുടെയോ? അല്ല, നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ല. രണ്ടാളെ ഫാദേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സാ അല്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാദേഴ്സായിട്ട് ലാലേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ലാലേട്ടനായിട്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴും അല്ലാതൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
നമ്മൾ അതിനേക്കാളും സംസാരിച്ചത് മാത്യുവിനെ കുറിച്ചാണ്. ആണ് നമുക്ക് മാത്യു തോമസ് ഉള്ളത് ഇൻ കോമൺ. ഞാൻ ക്രിസ്റ്റിയിൽ മാത്യുവിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ദേ ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. റൊമാൻസ് റിലീസ് ആയിട്ടിരിക്കുമോ എന്തോ ആയിരുന്നു. മാത്യു ആയിരുന്നു കോമൺ പോയിന്റ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പറഞ്ഞു. മാത്യു ഹൃദയപൂർവ്വം ആയപ്പം നമ്മുടെ പ്രണവിനെ ബസ്സിൽ കയറ്റുന്നു. ഇതിപ്പം മകന്റെ ഒരു പ്രതികാരം വീട്ടാൻ പോലെ ലാലേട്ടൻ സംഗീതനെ എങ്ങനെ വലിക്കുന്നു. അത് ലാലേട്ടൻ തന്നെയാണല്ലോ വാട്സാപ്പിൽ എന്തോ മീമായിട്ട് അയച്ചു തന്നെ. അത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ എന്തായിരുന്നു സംഗീതിന്റെ റെസ്പോൺസ് അതിനോടോ? ഞാൻ ഓൾറെഡി അത് അപ്പൊ ഒന്ന് കത്തിയിട്ടുണ്ടായിരുന്നു പരിപാടി. ഇങ്ങനെ കയറി ടീച്ചർ ഇറങ്ങിയ ഒരു 1 hourനുള്ളിൽ ഞാൻ നോക്കുമ്പോ ഫുൾ സോഷ്യൽ മീഡിയയിൽ ഈ ഇനിയും നടക്കപ്പോറത് യുദ്ധമായിരുന്നു മൊത്തത്തില്. അപ്പൊ നമ്മൾ അതിന്റെ എൻജോയ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ അതാണ് പല സ്ഥലങ്ങളിലും നമ്മളങ്ങോട്ട് ലാലേട്ടനോട് ഇപ്പൊ നേരത്തെ സെൽഫിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളങ്ങോട്ട് അത് ചിന്തിക്കില്ല. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റും സ്പേസും കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അയക്കാൻ പോയില്ല. ഞാൻ നോക്കുമ്പോ ഇങ്ങോട്ട് വന്നു. അപ്പോ ഈ റീല് ഫോർവേഡ് റീല് നമ്മൾ നോക്കുന്നത് ലാലേട്ടന്റെ അടുത്തത്. അപ്പൊ ഞാൻ എന്റെ ലാലേട്ടൻ ഭയങ്കര സോഷ്യൽ മീഡിയ സാവിയാണ്. ലാലേട്ടൻ എല്ലാം കാണും അല്ലേ? വെരി അപ്ഡേറ്റഡ് ആണ്. നമ്മളുടെ അടുത്തിരിക്കുമ്പോഴൊക്കെ FB ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും ഒക്കെ നോക്കുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോൾ അതായിരുന്നു ആ മൊമെന്റ്. പിന്നെ ഞങ്ങള് സെക്കൻഡ് സ്കെഡ്യൂൾ തുടങ്ങിയപ്പോൾ ഇതുപോലെ തന്നെയാ. ഞാൻ തുടരുമിന് ചെല്ലുമ്പോ എന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് സംഗീത് പ്രേമലൂലൊക്കെ അഭിനയിച്ച ലാലേട്ടൻ മോനെ ഞാൻ പ്രേമലു കണ്ടിട്ടില്ല എന്ന് പറയും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഹൃദയത്തിലുണ്ടായി പ്രണവിനെ ഇടിച്ചത്. അപ്പോൾ ആണോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ അതാണ് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് സ്കെഡ്യൂളിലൂടെ ഹൃദയപൂർവ്വം കഴിഞ്ഞു. കമ്പനി ഭയങ്കര പീക്ക് കമ്പനി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. സെക്കൻഡ് സ്കെഡ്യൂളിൽ വരികയാണ്. വന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ ഇവരുടെ ഷൂട്ട് ഓൾറെഡി തുടങ്ങി. എനിക്കൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ ബേബികൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെല്ലുമ്പോഴേക്കും ലാലേട്ടൻ ഇങ്ങനെ ദൂരെ നിന്ന് എന്നെ കണ്ടപ്പോൾ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും ഞാൻ മോൻ്റെ സിനിമ കണ്ടു പ്രേമലു. അപ്പോൾ ലാലേട്ടൻ ഈ സ്കെഡ്യൂൾ ബ്രേക്കിൽ പോയിട്ട് പ്രേമലു ഇരുന്ന് കണ്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടിപൊളി. അപ്പം ഇതിനകത്ത് കുറേ മൊമെന്റ്സിൽ ഇതുപോലെ നമ്മളറിയാതെ തന്നെ കുറേ പ്രേമലു മൊമെന്റ്സ് ഭയങ്കര റെഫറൻസ് അറിയാതെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കിട്ടും ഇത്. കാരണം നമ്മള് ഇത് ഭയങ്കര നമ്മുടെ മെമ്മറിയിലുള്ള മെയിൻ സാധനമുള്ളൂ. അപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇത് പ്രേമലുവിലെ മറ്റേ മൊമെന്റ് പോലെ ഉണ്ടല്ലോ, ഈ കഴുത്തിന് ഉത്തിനൊടിച്ചപ്പോഴും എനിക്ക് തോന്നിയിരുന്നു അത് ആണെങ്കിൽ ഒരു ഇംപ്രൂവ് ആയിരുന്നു. ലാലേട്ടൻ അപ്പൊ പറഞ്ഞതാ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ ചെയ്ത സാധനമായിരുന്നു. പക്ഷെ അത് വലിയൊരു കാര്യമല്ലേ, സാധാരണ ഒരു സംഭവമല്ലല്ലോ. അതും ഒരു ഷെഡ്യൂൾ ബ്രേക്കിൽ പോയി കാണുക, തിങ്കിങ് അബൌട്ട് യു ഇസ് എ വെരി ഡിഫറെന്റ്. അതെ അതെ. എന്നോട് പിന്നെ ഇതും ചോദിച്ചായിരുന്നു. എനിക്ക് ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം പറഞ്ഞു എന്നെ എഡിറ്റ് ലിറ്റിൽ മിസ്. അപ്പൊ ഞാൻ പറഞ്ഞു ലിറ്റിൽ മിസ് റൗത്തർ എന്നാണ്. ഞാൻ കാണാട്ടെ, ഞാൻ കാണാം പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾക്ക് വേണ്ടിട്ട് എടുക്കുന്ന എഫേർട്ടാണ്. അല്ലാതെ ലാലേട്ടന് ആ സിനിമ കാണുക എന്നുള്ള എക്സൈറ്റ്മെന്റിനേക്കാൾ ഞാൻ പറയാണ്. അപ്പൊ അത് ഇറങ്ങിയിട്ട് ഇത്രയും നാളുകളായി. ഞങ്ങൾ ഹൃദയപൂർവ്വം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 1 year കഴിഞ്ഞിട്ടുണ്ട് പ്രേമലു ഇറങ്ങിയപ്പോൾ. അപ്പൊ ലാപ്ടോപ്പിലിരുന്ന് കണ്ടു എന്ന് പറഞ്ഞ് അപ്പോഴും ഞാനിങ്ങനെ ഡൗട്ടൊക്കെ അടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമർ ഉണ്ട്, ശാന്തി എന്ന് പറഞ്ഞു. ശാന്തി ചേച്ചിയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് കണ്ടിട്ട് ഭയങ്കര ശരിയായിരുന്നു നിന്റെ ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. ഓക്കേ ഏറ്റിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കാൻ കാരണം ഇത് വല്ല സ്റ്റിക്കർ ബന്ധം ഉണ്ടോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതായത് എന്തെങ്കിലും മറ്റേ മീംസ് നമ്മുടെ സലീമേട്ടന്റെ അങ്ങനെ വല്ലോ ഇനി സംഗീതം അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നത്. ഞാനും ലാലേട്ടന് സെൻഡ് ചെയ്യാറുണ്ട് സ്റ്റിക്കർ. ഏറ്റവും കൂടുതൽ അതേതാ സ്റ്റിക്കർ പറയാൻ പറ്റും? ലാലേട്ടന്റെ സ്റ്റിക്കേഴ്സ് തന്നെ ലാലേട്ടന് സെൻഡ് ചെയ്യും. പഴയ പടത്തിന്റെ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഒക്കെ. ഗാന്ധിനഗറിലൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരു സാധനമുണ്ട്, ഭയങ്കര ക്ലാസിക്. സംഗീതനോട് ചോദിക്കാനാണ്. നമ്മുടെ ഈ ടീസർ ഇറങ്ങിയപ്പോഴത്തേനും കുറേ പേര് മറ്റേ ലാലേട്ടൻ ഇതുപോലെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന സാധനവും അതിൻ്റെ ഒരു റെസ്പോൺസ് കാണുമ്പോഴത്തേനും ആൾക്കാർ പറയുന്നത് സംഗീതം എന്ത് ഭാഗ്യവാനാ, ദ ലക്കി ഹാസ് ഗോട്ട്, ഭയങ്കര ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ കമന്റ്സ് കാണാറുണ്ടോ? അത് ഞാൻ ഭയങ്കര ഞാൻ തിരിച്ചു പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെന്ന് വരെ പറയാൻ പറ്റുന്ന ലെവലില് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര അഡിക്റ്റ് ആണ്. ഞാനും ലാലേട്ടനെ എപ്പോഴും പറയാറുണ്ട്, ഇവൻ എപ്പോഴും ഫോണിലാണ്. റീസൺ വേറെ ഒന്നുമല്ല, ഇങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ പ്രായമായി. അപ്പൊ ആകെ ഏറ്റവും കൂടുതൽ നമ്മള് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര പാടാ. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ന്യൂസോ എന്തെങ്കിലും പരിപാടി, അല്ലെങ്കിൽ പ്രോപ്പർ ഇൻസ്റ്റയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ
എന്തെങ്കിലുമൊക്കെ ഇംപ്രോ ചെയ്ത് കോമഡി കൗണ്ടറൊക്കെ അടിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റീലുകളിലും കിഡിലും ടീമുകളാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ. അപ്പൊ ഇവന്മാരുടെ മുകളിലുള്ള ആളുകൾ ഈ 10 സെക്കൻഡിലും 30 സെക്കൻഡിലും കോമഡി കണ്ട് ശീലിച്ചു തുടങ്ങി. അപ്പൊ ഇപ്പോ കുറേം കൂടിയൊക്കെ റിയാക്ഷൻസിന്റെ ഒക്കെ ഒപ്പം തന്നെ ടെക്സ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി തുടങ്ങി നമ്മൾ അടിക്കുന്ന കൗണ്ടറുകൾ. അപ്പൊ കൗണ്ടറിന് ഏറ്റവും ഹെൽപ്പിംഗ് ആയിട്ടുള്ളത് 2 കാര്യമാണ്. ഒന്ന് ആളുകളോട് സംസാരിക്കുക, അത്രയും ഇതുണ്ടാക്കുക, പിന്നെ രണ്ടാമത് കണ്ടന്റ്സ് കാണുക എന്നുള്ളതാണ്. ഞാൻ കുറെ അടിച്ച് ഇട്ടിട്ടുണ്ട് പല പടങ്ങളിലും ഇതിൽ നിന്നൊക്കെ കണ്ട സംഭവങ്ങളൊക്കെ ഒരുപാട് ഇതാറുണ്ട്. അപ്പൊ ഞാനിതുപോലെ ഞാനെല്ലാം കാണാറുണ്ട്, എല്ലാ കമന്റും നല്ലതും മോശമായിട്ടുള്ള കമന്റുകളൊക്കെ കാണാറുണ്ട്. മോശമായിട്ടുള്ള കമന്റിൽ വിഷമിക്കാറൊക്കെ ഉണ്ട്, നല്ലോണം എഫക്റ്റഡ് ആവാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പാർട്ടാണല്ലോ. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് ഇത്. ആളുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര മെജോറിറ്റി ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ എന്തായിരിക്കും എൻ്റെ അടുത്ത് ഇത്രയും കാര്യം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരു മൾട്ടിപ്പിൾ ആൾക്കാർ സിമിലർ മെസ്സേജസ് അയക്കുന്നത് നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ഗ്രോത്ത് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സിമിലർ ലൈൻസ് കുറേ പേര് അയക്കുമ്പോൾ ഇതൊരു മെജോറിറ്റിയുടെ ഇഷ്ടമായിട്ടും തോട്ടായിട്ടും ഒക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷം എല്ലാവരുടെ അടുത്തും. ആക്ച്വലി എനിക്കും അത് തോന്നിയിട്ടുണ്ട്. ഞാൻ അത് ചോദിക്കാനും കാരണം എനിക്ക് ഭയങ്കര പേഴ്സണൽ, യുവർ സക്സസ് ഫീൽസ് പേഴ്സണൽ, ഭയങ്കര സന്തോഷം തോന്നിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ഹൃദയപൂർവ്വത്തിൻ്റെ വെളി വന്നു കഴിഞ്ഞാൽ മാളവിയെ കാണുമ്പം ചോദിക്കണം എന്ന് എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. മാജിദ് മജീദി എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ കൂടെ ഗെറ്റിംഗ് എ ചാൻസ് ടു വർക്ക് വിത്ത് ബിയോണ്ട് ദ ക്ലൗഡ്സിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം നോട്ട് എവറിബഡി ഗെറ്റ്സ് സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി. നോ, ഞാൻ ആ പടം സൈൻ ചെയ്തത് വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് രീതിയിലായിരുന്നു. ഈ ബോംബെത്തെ കാസ്റ്റിംഗ് സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി നമുക്ക് കേട്ടറിയാൻ പറ്റും ഈ പടത്തിന്റെ കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഈ ഒരു ഡയറക്ടർ ഇസ് ഹണ്ടിങ് ഫോർ എ ന്യൂ ഫേസ്. അതൊക്കെ ഇങ്ങനെ ത്രൂ ദ ഗ്രേപ്പ് വൈൻ ട്രാവൽ ചെയ്യല്ലോ, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും. പക്ഷെ ഞാൻ ഈ പടത്തിനെ കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എവിടെയോ ഏതോ ഒരു റിപ്പോർട്ടിൽ ഒരു ദിവസം ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ വായിച്ചത് ദീപിക പടുക്കോൺ ഇസ് വർക്കിംഗ് വിത്ത് മാജിദ് മജീദി. And I was like, oh, that's when I came to know that മജീദി സർ ഇന്ത്യയിൽ വന്ന് ഒരു ഇന്ത്യൻ സബ്ജക്റ്റ് ഒരു ഇന്ത്യൻ ഫിലിം എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് തിങ് ഐ നോ, എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ വന്നു. ബോംബെയിൽ ഒരു വലിയ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, ഇപ്പം ഹീസ് ടേൺഡ് എ ഫിലിം മേക്കർ, ഹണി ത്രേഹാൻ പറഞ്ഞ്. സോ ദാറ്റ് ടൈം ഹി വാസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ അയാൾ വിളിച്ചിട്ട് അയാളാണ് എന്നോട് പറഞ്ഞത് ദാറ്റ് ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. And I was like, പക്ഷേ sir, I just saw that, Deepika Padukone is doing the film. He was like, hey, Majidi sir, actually, he has 2 options. One option is going for a completely fresh face or casting a Bollywood completely established actress. So he would like to see a few fresh faces as well. And എനിക്ക് മാളവികേനെ ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറിനെ മീറ്റ് ചെയ്ത് കുറച്ച് ലുക്ക് ടെസ്റ്റിന് ഫോട്ടോസൊക്കെ ചെയ്ത് ആ ഫോട്ടോസൊക്കെ എടുത്തത് അച്ഛനെ കൊണ്ട് അടുപ്പിച്ചേ. അപ്പോൾ അതിന് പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഓഡിഷനൊന്നും ആയിരുന്നില്ല. അവരെന്നെ മീറ്റ് ചെയ്ത് ഹണി സാർ മീറ്റ് ചെയ്ത് പറഞ്ഞു, ഇതാണൊരു ക്യാരക്ടറിൻ്റെ ഒരു ധോബി ഘാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോംബെൻ്റെ സ്ലംസിലൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നൗ യു ഇൻറ്റർപ്രറ്റ് ദ ക്യാരക്ടർ, ഹൗ വിൽ ഷീ ഡ്രസ്, മുടിയൊക്കെ എങ്ങനെയായിരിക്കും, മേക്കപ്പ് ആസ് ഇൻ ലൈക്ക് എന്തായിരിക്കും ലുക്ക് ആൻഡ് ഫീൽ ആൻഡ് ദി എൻറ്റയർ യു ഡ്രസ് ലൈക്ക് ദ ക്യാരക്ടർ ആൻഡ് സെൻഡ് മീ സം ഫോട്ടോസ്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കോസ്റ്റ്യൂമും ഒരു വൈബും അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഐ ഡ്രസ്ഡ് മൈ സെൽഫ്, ഐ ഡിഡ് മൈ ഓൺ മേക്കപ്പ്, കുറച്ച് ഡീഗ്ലാമിങ് മേക്കപ്പ്, ഹെയർ അതൊക്കെ ചെയ്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനെ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടി വരും. പിന്നെ അവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ദൂരം ഒരു സ്മോൾ ഒരു ഫിഷർമെൻ കോളനി പോലെ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ പോയി കുറച്ചൊരു റിയൽ എൻവയൺമെൻറ്റിൽ ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസാണ് മജീദി സാറിന് സെൻഡ് ചെയ്ത് കാസ്റ്റിംഗ് ഡയറക്ടർ. And അത് കണ്ടുപാടും he was like, this is my character, this is my Tara was my character's name. So he was like, this is my Tara, എനിക്ക് let's go with a fresh face. So that's how I came on board for the film. And working with him was of course a lovely experience. കുറച്ച് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു, because he only speaks Farsi. He's from Iran, right? അപ്പോൾ ഇംഗ്ലീഷും സംസാരിക്കില്ല, ഹിന്ദി ഓഫ് കോഴ്സ് സംസാരിക്കില്ല, അപ്പോൾ ഫാർസി മാത്രമാണ്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു ട്രാൻസ്ലേറ്റർ ത്രൂ ആയിരുന്നു. അപ്പോൾ ഹി വിൽ ടോക്ക് ടു ദ ട്രാൻസ്ലേറ്റർ നമുക്ക് പറഞ്ഞുതരും, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ട്രാൻസ്ലേറ്ററിനോട് പറയണം. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് പ്രോസസ് ആയിരുന്നു. പക്ഷേ ഹീസ് വെരി സ്വീറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഹീസ് എ ജീനിയസ്.
അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്, ബ്യൂട്ടിഫുൾ മെമ്മറിയാണ്. റീവാച്ച് ചെയ്യാറുണ്ടോ പടം? ഞാൻ എൻ്റെ ഒരു ഫിലിമും റീവാച്ച് ചെയ്യാറില്ല. എനിക്കല്ലേ ആസ് ആർട്ടിസ്റ്റ് എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പം ഒബ്ജക്റ്റീവായി കാണാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും തോന്നും, ഓ എനിക്ക് ഇത് ബെറ്റർ ചെയ്യായിരുന്നു, എനിക്ക് ഇതിലെൻ്റെ ഹെയർ ഫിക്സ് ചെയ്യായിരുന്നു. ഐ തിങ്ക് വി കീപ് പിക്കിംഗ് ഓൺ അവർ സെൽവ്സ്. അതൊരു ഫ്ലോസ് കണ്ടുപിടിക്കാൻ നോക്കും. അതെ അതെ അതെ. എനിക്ക് നമ്മൾ കാണുമോ? ഞാൻ കാണും. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ പ്രേമലും ഇപ്പോഴും ഞാൻ 2 പ്രാവശ്യമൊക്കെ പ്രേമലും ഫ്ലൈറ്റിലിരുന്ന് കണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. കുറ്റം കണ്ടുപിടിക്കുമോ അപ്പം നമ്മള്? ഇല്ല, ഞാനൊരു ഓഡിയനായിട്ട് കണ്ട് എനിക്കിഷ്ടമാണ്, എന്നെ കാണാൻ ഇഷ്ടം. അത് ഇവിടെ വർക്കാവില്ല ആ ഒരു ആശയം. അല്ല, അത് എനിക്കിഷ്ടമാണെന്നുള്ളത്. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അവള് പറഞ്ഞ പോലെ തന്നെ കാണാൻ പാടാണെന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര പാടായിരിക്കും. FDFS കാണുമ്പോൾ ഓഡിയൻസിന്റെ കൂടെ ഓഡിയൻസിന്റെ കൂടെ ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി. അല്ല, ഞാൻ പറഞ്ഞത് ഓഡിയൻസിന്റെ റെസ്പോൺസ് കേൾക്കുമ്പോൾ അതുകൊണ്ടല്ല, അല്ലാതെ ഈ പറഞ്ഞ ഇത് കാണാൻ, എന്താ പറയാ, നമ്മളുടെ പെർഫോമൻസസ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഓഡിയൻസിന്റെ റിയാക്ഷനാണ് അവിടെ നിന്നുള്ള ഏറ്റവും വലിയ ഹൈയും. അത് ഈ തമിഴ് ഫിലിംസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആസ്പെക്ട് അതാ. എനിക്ക് പടത്തിനേക്കാളും എനിക്ക് കാണേണ്ടത് ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അത് ഈ മാസ്റ്ററിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ ചെന്നൈയിലുണ്ടായ സമയത്ത് ഇറ്റ് വാസ് മാഡ്നെസ്. അത് ആബ്സല്യൂട്ട് ക്രേസ് ആയിരുന്നു. നമുക്ക് പടം ശരിക്കും കാണാൻ പോലും പറ്റില്ല. ബിക്കോസ് 80% ഓഫ് ദ ടൈം ഹൂട്ടിങ്ങും ഷൗട്ടിങ്ങും സ്ക്രീമിങ്ങും അതൊക്കെയാണല്ലോ. അത് ഫണ്ണാണ്. പക്ഷെ എനിക്ക് ഒറ്റ ക്വൈറ്റ് ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണണം പറഞ്ഞാല് അത് ടഫാണ്. അത് പറയുമ്പോൾ മറ്റേ പേട്ടയില് ദാറ്റ് ഇസ് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് യുവർ ക്യാരക്ടേഴ്സ്. പേട്ടയില് രജനി സാറിന്റെ ഒരു കംബാക്ക് ഉണ്ടല്ലോ, അതില് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പേട്ട അണ്ണ കൂടെ പോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് എനിക്കിപ്പോൾ എപ്പോൾ കേട്ടാലും രോമാഞ്ച ഓഫ് യുവർ റോൾ. ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടെ, അതായത് യു ഹാവ് ഗോട്ട് അനദർ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ആസ് വെൽ, ഒരു ഫോട്ടോഗ്രാഫി പേജ് അല്ലേ? അപ്പം യു ലൈക്ക് ബീയിങ് ബിഹൈൻഡ് ദ ക്യാമറാസ് ആസ് വെൽ. ഐ ഡു. അതിന്റെ ബയോനെ അതാ. അതെ ഞാൻ കണ്ടു. ഫോർ ഡേയ്സ് ഐ പ്രിഫർ ബീയിങ് ബിഹൈൻഡ് ദ ക്യാമറ മോർ ദാൻ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പൊ അതാണ് എന്റെ ചോദ്യം, ഡയറക്ടോറിയൽ വെഞ്ചറിലേക്ക് പോകുന്നുണ്ടോ എപ്പോഴെങ്കിലും? കറന്റ്ലി ഞാൻ എൻ്റെ കരിയറിന്റെ ഒരു വളരെ എക്സൈറ്റിംഗ് ഫേസിലാണ് ഉള്ളത്. എനിക്ക് ഈ വർഷം തന്നെ 3 റിലീസസ് ഉണ്ട്. മലയാളത്തില് നമ്മള് ഹൃദയപൂർവ്വം, പിന്നെ തമിഴില് സർദാർ 2 വിത്ത് കാർത്തി സർ, വിച്ച് ഇസ് എ സ്പൈ ത്രില്ലർ. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോൺറാണ്. കമ്പയർ ടു ഹൃദയപൂർവ്വം ഒരു 180 ഡിഗ്രി ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് രാജാ സാബ് എൻ്റെ തെലുഗു ഡെബ്യൂ ആണ് പ്രഭാസിന്റെ കൂടെ. അതൊരു പാൻ ഇന്ത്യ റിലീസായിരിക്കും. അപ്പോൾ ഈ 3 പടങ്ങൾ 2025 റിലീസാണ്. അപ്പോൾ ഞാനിപ്പം കംപ്ലീറ്റ്ലി ആ ഒരു സോണിലാണ്. എനിക്ക് ഇറ്റ്സ് ഫൺ ജമ്പിങ് ഫ്രം വൺ ഇൻഡസ്ട്രി ടു ദി അതർ. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് ഹിന്ദിയിലൊരു പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ ഒരു 4th ഇൻഡസ്ട്രി. അപ്പോൾ ജമ്പിങ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി, നമ്മൾ ഡിഫറെൻറ്റ് ആർട്ടിസ്റ്റിനൂടെ വർക്ക് ചെയ്യുക, പാൻ ഇന്ത്യ സ്റ്റാർസിനൂടെ വർക്ക് ചെയ്യുക, നല്ല ആക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യുക. അതൊരു ഡിഫറെൻറ്റ്, ഞാൻ ആ ഒരു ഹൈലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ ഡയറക്ഷൻ പ്ലാൻ, ഫോട്ടോഗ്രാഫി, സിനിമറ്റോഗ്രഫി, അതത്ര ഇപ്പം എന്റെ ബ്രെയിൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു ഡോക്യുമെന്ററി ചെയ്യുന്നതിനെ പറ്റിയിട്ട്. എനിക്ക് ഭയങ്കര അത് ചെയ്യണം, പ്ലാൻ ചെയ്തില്ലല്ലോ, രണ്ടാളും ബിസി ആയി പോയി. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും മിക്ക ഇതിനകത്താണെങ്കിലും ഡോക്യുമെന്ററീസ് കുറെ കാണും. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേറൊരാളെ ആദ്യമായിട്ട് കണ്ടു, ആൾക്ക് ഡോക്യുമെന്ററി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഡോക്യുമെന്ററി ചെയ്യണം എന്നുള്ളത്. അതും ഇതുപോലെ ഞാൻ പറയുന്നതിന് മുമ്പ് ഇവൾക്ക് ഡോക്യുമെന്ററി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ ഓക്കെ നൈസ്, നമുക്ക് ചെയ്യായിരുന്നു എന്തെങ്കിലും പരിപാടി എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പൂനെല അവിടെ കുറേ ജൂനിയേഴ്സ്, ഐ മീൻ ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാളവികയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ജൂനിയർ ആയിട്ട് വരുന്ന ആർട്ടിസ്റ്റുകളുടെ ഡോക്യുമെന്ററി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അവരുടെ ലൈഫ്, അവരുടെ സ്ട്രഗിൾസും, ബിക്കോസ് ദേ ആർ പീപ്പിൾ, ഈവൻ ദോ വി സീ ദം ഓൺ സ്ക്രീൻ, വി നെവർ റിയലി സീ ദം, റൈറ്റ്? കാരണം നമ്മൾ നോക്കുന്നത് മെയിൻ ആക്ടേഴ്സും സപ്പോർട്ടിങ് ആക്ടേഴ്സിനൊക്കെയാണ്. നമ്മൾ ജൂനിയേഴ്സ് നോട്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ അവരും അവിടെ ഉണ്ടല്ലോ. അവരും ത്രൂ ഔട്ട്, ചില സിനിമയിലൊക്കെ ജൂനിയർ ഹെവി ഫിലിംസിലൊക്കെ അവർ ത്രൂ ഔട്ട് ഉണ്ട്. അതും അവരൊരു തെറ്റ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് സിനിമയുടെ ഒരു ഫ്രെയിമിൽ ഉണ്ടാകുന്ന വൃത്തികേട് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ഭയങ്കര നമുക്ക് വേണ്ടിയിട്ട് എന്ത് ടേക്ക് അവേ ഉള്ള ഒരു വൈകുന്നേരത്തെ കിട്ടുന്ന, അവർക്ക് വേണമെങ്കിൽ അവിടെ വെറുതെ എത്രത്തോളം സിൻസിയർ അല്ലാതെ അവർക്ക് അതിൽ ചെയ്യാം. പക്ഷെ അവര്
ഈ പറഞ്ഞ നമ്മളെക്കാൾ നമുക്കൊരു ഷോട്ട് കഴിയുമ്പോഴേക്കും കുട വരും, അസിസ്റ്റന്റ് വരും, ഇനി ഒന്നുമില്ലെങ്കിലും നമുക്കെങ്കിലും പോയിട്ട് കുറച്ചും കൂടി സെറ്റിലായിട്ടുള്ള സ്ഥലത്തിരിക്കാം. പക്ഷെ ഇവരെപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് വെയിലത്ത് തന്നെ നിന്ന് ക്യൂ ഒക്കെ നിന്ന് ഭക്ഷണം വാങ്ങി. അതൊരു ഇപ്പോൾ സിനിമയിലെ സിസ്റ്റമാണ്, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഗെയിൻ അവരെടുക്കുന്ന, ഞാൻ ചില ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഇവർ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും ബാക്കിൽ നിന്ന് അവർ പെർഫോം ചെയ്യുന്നുണ്ടാവും. അവർക്കാരും കമാൻഡ് കൊടുത്തു, ചിലപ്പോൾ ടോട്ടലി ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടാവും, ഇത് ഒരു മരണ സീനാണ്, എല്ലാവരും നിങ്ങൾ കരയണം എന്ന് മാത്രമായിരിക്കും. അപ്പൊ അവർക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവരുടെ ഉള്ളിൽ ആക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്ന കുറെ പെർഫോമൻസസ് കണ്ടിട്ടുണ്ട്. അത് നല്ല സബ്ജക്റ്റ് ആക്ച്വലി, വി ഷുഡ് ഡു ഇറ്റ്. സത്യം, ആരെങ്കിലും അടിക്കോട്ടെ സംഗീതത്തിനോട് അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്ട്സ്, മെഡിക്കൽ മിറാക്കിൾ വരുന്നു, മമിതയുടെ കൂടെ അഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ പുതിയൊരു സിനിമകൾ വരുന്നു. നേരത്തെ മാളവികയുടെ ചോദിച്ച പോലെ തന്നെ യു ഓൾസോ ഹാവ് ദാറ്റ് മറ്റേ ഡയറക്റ്റ് ചെയ്യണം എന്ന്. പക്ഷെ ഞാൻ കേട്ടു ഈ ഇടയ്ക്ക് ഒന്ന് തള്ളി മാറ്റി വെച്ചിരിക്കുകയാണ്. ഫുള്ളു അല്ല, മൊത്തത്തില് മാറ്റിയില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഫീൽഡ് ഔട്ട് ആവുമ്പോ അങ്ങടേക്ക് തിരിച്ചു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് ആ വാചകം ഭയങ്കര ഇഷ്ടമായി അവള് ഉപയോഗിച്ചത്. അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലാണ് നമ്മള്. ഞാൻ അതിന് കഴിഞ്ഞ ഇന്റർവ്യൂസിൽ പറഞ്ഞത് ഒരു സ്ഥലത്ത് ക്ലച്ച് പിടിച്ചാൽ എന്നുള്ളതാണ്. അപ്പൊ ആ ക്ലച്ച് പിടിക്കലിന്റെ ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രേസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആ ഹൈ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്ത് ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പായിരിക്കും. അതെന്തായാലും നമ്മളിലോട്ട് പ്രോപ്പറായിട്ട് അത് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡെസ്പറേഷൻ തനിയെ വരുമ്പോൾ എന്താ, അത് ഞാൻ എല്ലാവരിലും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബേസിലേട്ടനാണെങ്കിലും അൽത്താഫ് ആണെങ്കിലും ഒക്കെ ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക്, അപ്പം അതിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ മറ്റേത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ പെയിനും അതിൻ്റെ ഹാപ്പിനെസ്സും രണ്ടും അക്നോളജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പയ്യെ ആ പെയിൻ വരട്ടെ, അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. നായകനാവുമ്പോ ഇനി അല്ലേ, എങ്ങനെയുണ്ട് ആ ഒരു ഫീല്? നായകനാവുന്നതിന്റെ വേറെ ഫീലുണ്ടോ അതോ ഉള്ളതുപോലെ തന്നെയാണ്? നായകനാവുമ്പോ കുറച്ച് എക്സ്ട്രാ ഒരു ഇമോഷൻ ഫീൽ അങ്ങനെ വല്ലതും ഉണ്ടോ അതോ ഉള്ളതുപോലെ തന്നെ? ഇല്ല, എനിക്ക് ആ 2 പടങ്ങളിലും ഞാൻ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റിട്ടുണ്ട്. ആക്ടിങ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കാല് വെക്കുന്നത്. അപ്പോൾ ഇപ്പൊ ആക്ടറായിട്ട് മാറി. അതുപോലെ തന്നെ ആക്ടറായി കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ നായകനാവില്ല എന്ന് വളരെ നിർബന്ധം വെച്ചിരുന്നു. അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ രണ്ടും ബ്രേക്ക് ആയി. അത് ലവ് സ്റ്റോറിയാണോ? ഒരു മമിതയായിട്ടുള്ളത് ഒരു റോം കോമും ആണ്, മറ്റേതൊരു ഫാന്റസി ത്രില്ലറും ആണ്. അപ്പൊ രണ്ടും ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അല്ലാതെ ആണെങ്കിലും ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന സിനിമകളിലാണെങ്കിലും എൻ്റെ ക്യാരക്ടറിന് ഈ പറയുന്ന ഒരു ഷോ സ്റ്റീലിംഗ് സ്വഭാവം ഉണ്ടോ, നമുക്ക് എന്തോരം പെർഫോം ചെയ്യാനും ആ ക്യാരക്ടർ എന്തോരം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അപ്പം അതുപോലെ ആ ക്യാരക്ടർ 2 സിനിമയിലും ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അത് നായകനായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഐഡിയോളജിയുമായിട്ട് ഡിഫറൻസ്. അപ്പോൾ നായകനാവാൻ തീരുമാനിക്കായിരുന്നു. അങ്ങനെ ആ പടം വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ആ 2 ക്യാരക്ടേഴ്സ് എൻ്റെ കരിയറിൽ ഭയങ്കര നെക്സ്റ്റ് ഒരു സാധനം തരാൻ സാധ്യതയുള്ള 2 സിനിമകളാണ്. അങ്ങനെയാണ് നായകനായത്. നായകനാവാൻ വേണ്ടിയിട്ട് സിനിമകൾ ചൂസ് ചെയ്തതല്ല, പോയതാ. അടിപൊളി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഹൃദയപൂർവ്വങ്ങൾ ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കട്ടെ. താങ്ക് യു സോ മച്ച്.